4 ഘാതം 2 പ്ലസ് n ഇൻറ്റു 4 ഘാതം 3 സമം 4 ഘാതം 8 ആയാൽ എന്നിൻ്റെ വില കാണുക. ഇതൊരു സമവാക്യമാണ്. നമുക്കിതിൻ്റെ സമത്തിൻ്റെ ഇടതുവശത്ത് ഈ കൃത്യംഗ നിയമം ഉപയോഗിക്കാം. എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ സമം എ ഘാതം എം പ്ലസ് എൻ. ഈ കൃത്യംഗ നിയമം ഉപയോഗിക്കണമെങ്കിൽ ഈ പാദസംഖ്യകൾ തുല്യമാവണം. എ അതുപോലെ ഇവിടെ പാദസംഖ്യകൾ തുല്യമാണ് 4 4. അപ്പോൾ നമുക്ക് ആ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടുകയാണ്. എ എന്ന് എഴുതിയിട്ട് എമ്മും എന്നും കൂട്ടി. അതുപോലെ ഇവിടെ പാദസംഖ്യ 4 കൃതികൾ തമ്മിൽ കൂട്ടുക. 2 പ്ലസ് എന്നും 3 കൂടി കൂട്ടുക. അപ്പോൾ 4 ഘാതം 2 പ്ലസ് എൻ കൂട്ടണം 3 സമം വലതുവശം അതുപോലെ എഴുതി 4 ഘാതം 8. ഇവിടെ പാദസംഖ്യ നമ്മൾ അതുപോലെ എഴുതി 4 ഘാതം. ഇത് കൂട്ടുമ്പോൾ ഈ 2ഉം 3ഉം കൂടി കൂട്ടാം. നമുക്ക് 2 പ്ലസ് 3 5 പ്ലസ് n വരും. അപ്പോൾ 4 ഘാതം 5 പ്ലസ് n സമം വലതുവശം 4 ഘാതം 8. അപ്പോൾ ഈ സമവാക്യത്തിൽ ഇടതുവശത്തും വലതുവശത്തും ഒരേ പാദസംഖ്യകളാണ്. ഈ സമവാക്യത്തിൽ ഇടതുവശത്തും വലതുവശത്തും ഒരേ പാദസംഖ്യകൾ 4 4 ബേസ് ഈക്വലാണ്. അതുകൊണ്ട് കൃതികൾ തുല്യമായിരിക്കണം. ഇവിടുത്തെ കൃതി 5 പ്ലസ് n സമമായിരിക്കണം ഇവിടുത്തെ കൃതി 8. 5 പ്ലസ് n സമം 8 ആണെങ്കിൽ n കാണാൻ 8 നിന്ന് 5 കുറയ്ക്കുക. ഉത്തരം n ൻ്റെ വില 3.